ഇനി നമ്മൾ പോകുന്ന കോഴിക്കോട് ഒരു അപകട വാർത്തയിലേക്കാണ്. ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. അരിയടത്ത് പാലം ഗോകുലം മാളിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, എപ്പോഴായിരുന്നു അപകടമുണ്ടായത്? പരിക്കേറ്റതിൽ വിദ്യാർത്ഥികളാണ് നിരവധി പേരെന്നറിയപ്പെടുന്നു. എന്താണ് വിവരങ്ങൾ? അല്പം മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ കോഴിക്കോട് ഈ ഗോകുലം മാളിന് തൊട്ട് മുമ്പിലായിട്ടാണ് ഈ ഗോകുലം മാളിന് തൊട്ട് മുമ്പിലായിട്ടാണ് ഈ ബസ് മറിഞ്ഞു കിടക്കുന്നത്. ഈ പാലത്തിന് മുകളിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ഈ ബൈക്കിനെ വെട്ടിക്കാനുള്ള ശ്രമം ബസ് നടത്തി. ഈ സമയത്താണ് ഈ ബസ് തലകുത്തനെ മറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ബസ്സിൽ നിരവധി, വൈകുന്നേരമാണ്, സ്കൂളും ഓഫീസും ഒക്കെ വിടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ബസ്സിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇവരെയൊക്കെ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ് എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പം നിലവിൽ ബസ്സിനകത്തുണ്ടായിരുന്ന എല്ലാവരെയും പുറത്ത് എത്തിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്. ഇവരൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ നടക്കുന്നത് ഈ ബസ് റോഡിൽ നിന്ന് മാറ്റാനും ഉയർത്തി ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ഒരു സ്വകാര്യ ബസ്സാണ് മറിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴെന്തായാലും ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ റോഡിന് നടുക്ക് മധ്യത്തിലായി തന്നെയാണ് ഈ ബസ് ഇപ്പോൾ മറിഞ്ഞ് കിടക്കുന്നത്. ഈ ബസ് ഇവിടെ നിന്ന് ഉയർത്തി മറ്റ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് തന്നെ ബസ് അമിത വേഗതയിൽ ആയിരുന്നു. ആ അമിത വേഗതയും ഈ ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നതാണ്. ഈ ബസ്സിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലാണ്. ഈ ബസ്സിന് മുൻഭാഗത്തിരുന്നവർക്കാണ് ഈ ഗുരുതരമായിട്ടുള്ള ഈ പരിക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ മാത്രമല്ല, ഈ ബൈക്ക് വെട്ടിച്ചതിനെ തുടർന്നാണ് ഈ അപകടം ഉണ്ടായത്. ഈ ബൈക്കിലെ യാത്രക്കാരനും ഗുരുതരമായി പരിക്കേറ്റുണ്ട്. അയാളെയും ഈ തൊട്ടടുത്തുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് എന്തായാലും ഗതാഗതം സ്തംഭിച്ച ഒരവസ്ഥയിലാണ്. നിരവധി ആളുകൾ ഈ വിവരം അറിഞ്ഞ്, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അരിയടത്ത് പാലം ഗോകുലം മാളിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. ഇപ്പോൾ റോഡിൽ നിന്ന് ബസ് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഫയർഫോഴ്സും പോലീസും അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തുവരുന്നു. അനഘ ഹർഷനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.